ചെമ്പനീർ പൂ എപ്പിസോഡിൻ്റെ അടുത്ത് വരാൻ പോകുന്ന ഒരാഴ്ചത്തെ എപ്പിസോഡ്സിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ശ്രുതിയുടെ മനസ്സിൽ ചില ചിന്തകളൊക്കെ വരികയാണ്. എന്തെങ്കിലും അതായത് നമ്മുടെ ഈ വീരാനെ ഇവിടെ നിർത്തി കഴിഞ്ഞാലേ സച്ചി എന്തായാലും കള്ളത്തിന് പിടിക്കും. ഇത്തവണ എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് വീരൻ്റെ വായിൽ നിന്ന് ഒരു കാര്യം പുറത്ത് വരാതിരുന്നത്. പക്ഷേ നാളെ എന്തായാലും ഉറപ്പായിട്ടും ഇത് പുറത്തെടുക്കാൻ ശ്രമിക്കും. സച്ചിക്ക് നല്ല രീതിയിലുള്ള സംശയം വരികയും ചെയ്യും. പിന്നെ അപ്പോൾ ബീരാന് വളരെ സംശയമായി. അപ്പോൾ ഇതെന്ത് ബീരാൻ്റെ അടുത്തേക്ക് പോയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രുതിയെ കൊടുപ്പിച്ചത് നിങ്ങളാണെന്നുള്ള കാര്യവും എല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ ശ്രുതി പറയുകയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ തന്നെ ഇവിടെ നിന്ന് പൊക്കോളാം, നിങ്ങളുടെ ഭാര്യ നാളെ പിടിക്കും. അപ്പോൾ ബീരൻ പറയണം, അയ്യോ ഞാൻ ശരിക്കും നല്ല പോലെയല്ലേ മോളെ അഭിനയിച്ചത്, ഞാൻ ശ്രുതിക്ക് പിന്നെ മദ്യം കൊടുത്ത കാര്യം കണ്ടതേ മോള് ക്യാമറയിലായിരിക്കും അല്ലേ കണ്ടത്, അല്ലെങ്കിൽ മോളെങ്ങനെയാണ് കാണുന്നത്. പിന്നെ ശ്രുതിക്ക് ഞാൻ എന്തിനാണ് മദ്യം ഒഴിച്ചു കൊടുത്തതെന്ന് വെച്ചാൽ മോളെ എത്രത്തോളം ശ്രുതി സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. മദ്യം കുടിച്ച് കഴിയുമ്പോഴേ സത്യം പുറത്തു വരുമല്ലോ. അപ്പോഴേക്ക് ശ്രുതി പറയണം, അങ്ങനെ നിങ്ങളോട് ഞാൻ പറഞ്ഞു എൻ്റെ ഭർത്താവ് എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് അന്വേഷിക്കാൻ നിൽക്കുന്നത്, അതിൻ്റെ ഒരാവശ്യമില്ല, നിങ്ങളെ നാളെ തന്നെ ഇവിടുന്ന് പൊക്കോളണം. എൻ്റെ ഭാര്യയോ, നിങ്ങളുടെ ഭാര്യ നേരമുള്ളൂക്ക് ഞാൻ പറഞ്ഞില്ലേ കഥയിലെ ഭാര്യ, ഓ എനിക്ക് പേരുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ലല്ലോ ഇതുവരെ. നോക്ക്, ഞാൻ പറയുന്ന പോലെ നിങ്ങളുടെ ഭാര്യ നാളെ വിളിക്കും, അതുപോലെ നിങ്ങളുടെ ഭാര്യയ്ക്ക് വയ്യ, അത് കാരണം നിങ്ങളുടെ ഭാര്യ പെട്ടെന്ന് തന്നെ തിരിച്ചു വരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിങ്ങൾ തിരിച്ചു പൊക്കോളണം, വേഗം തന്നെ നിങ്ങൾ സ്റ്റാൻഡ് വിട്ടോളൂ എന്ന് പറയുകയാണ്. അങ്ങനെ ചെയ്യാം മോളെ, ജോഷി സാറിൻ്റെ പടത്തിൽ എനിക്ക് അഭിനയിക്കാനായിട്ട് ഞാനിനി എന്താ ചെയ്യേണ്ടത്, എൻ്റെ കൂട്ടുകാരി ഉണ്ടല്ലോ മീര, അവളെ കണ്ടാൽ മതി, അവളെ പടത്തിൽ അഭിനയിക്കാനുള്ള ചാൻസ് മേടിച്ച് തന്നോളും എന്ന് പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ബീരാൻ പറയണം, ഓക്കെ മോളെ എനിക്ക് സമാധാനമായി, ഞാൻ പൊക്കോളാം എന്ന് പറയുകയാണ്. പിറ്റേന്ന് രാവിലെ ആവുകയാണ് കേട്ടോ. രാവിലെ ചന്ദ്രയാണ് ചായയൊക്കെ ആയിട്ട് ബീരാവിൻ്റെ അടുത്തേക്ക് പോവുകയാണെ. പിറ്റേ ദിവസം രാവിലെ ആവുകയാണെ. അപ്പം നമ്മുടെ ചന്ദ്രയാണെങ്കിലോ ചായയൊക്കെ ആയിട്ട് ബീരാൻ്റെ അടുത്തേക്ക് പോകണം. അപ്പോഴേക്ക് ശ്രുതി പറയാണ്, അമ്മേ ഞാൻ അമ്മയ്ക്ക് ചായ എടുത്ത് തരാമെന്ന് പറയണേ. അപ്പോഴേക്കും നിൻ്റെ ആട്ടമൊക്കെ ഇന്നത്തേക്ക് കൊണ്ട് അവസാനിക്കാൻ പോവാണ്, 2 ദിവസം കൂടുതലേ നീ ഇങ്ങനെ കിടന്ന് ആടുള്ളൂ, അത് കഴിഞ്ഞാലേ എൻ്റെ വീട്ടിൽ നീ വരാൻ പോകുന്നത്, അതിനുള്ള പണി ഞാൻ നിനക്ക് അപ്പം തന്നോളാം എന്ന് പറയുകയാണെ. അപ്പോൾ വലിയ ആളാവാൻ വേണ്ടിയിട്ടല്ലേ നീ കിടന്ന് കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ബീരാൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ഇളയച്ച ചായ കുടിക്കുക. അപ്പോൾ ഇളയച്ചാൻ പറയണം, ഓ ചായ നല്ല ചായയാണല്ലോ, പിന്നെ ഇന്ന് എന്താ കറിയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്ക് ചന്ദ്ര പറയണം, അത് പിന്നെ ഇന്ന് ആട്ട് സൂപ്പുണ്ട്, ആടിനെ വഴറ്റിയതുണ്ട്, ആടിനെ രാവിലെ തന്നെ വെട്ടി ഫ്രഷ് ആയിട്ടുള്ള ആടാണെന്ന് പറയണേ. അപ്പോഴേക്കും ബീരാൻ പറയാം, ആടിനെ വെട്ടിയോ, അയ്യോ ആടിനെ വെട്ടുമ്പോൾ എന്നെ വിളിക്കാറുന്നില്ല, ഞാൻ കൃത്യമായിട്ട് വെട്ടിത്തരുമായിരുന്നല്ലോ. അത് കേട്ടത് സച്ചി പറയണം, പണ്ടേ എക്സ്പീരിയൻസ് പോലെ ആണല്ലോ വിളിച്ചാ നിങ്ങളുടെ സംസാരം, എന്തായാലും ഇന്നത്തെ വിഭവം അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുകയാണേ. അപ്പോൾ ശ്രുതി നോക്കുമ്പോഴോ ഇങ്ങനെ പോകാനായിട്ടുള്ള ലക്ഷണമായിട്ട് ഓരോന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ, പോകുന്നൊന്നുമില്ല. അപ്പോൾ താളം തല്ലി നിൽക്കുകയാണ് കേട്ടോ ഇയാൾ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ശ്രുതി പറയാണ്, അവനിങ്ങനെ കുടിക്കുന്ന ആളൊന്നുമല്ല, അവനിങ്ങനെ പറ്റിച്ചിട്ട് നിർത്തിയിരിക്കുകയാണെന്ന് ഇങ്ങനെ പറയുകയാണേ. അപ്പോൾ അവൻ്റെ ജോലിക്കാലത്തെ കുറിച്ചിട്ട് അവൻ്റെ ബിസിനസ്സിനെ കുറിച്ചിട്ടൊക്കെ ശ്രുതിമോളുടെ അച്ഛനെ കുറിച്ചിട്ടൊക്കെ പറയണം, ഇത്രയും വേഗം അത്തേതി കുറിച്ചിട്ട് നാട്ടിലേക്ക് വരികയും വേണം, അപ്പോൾ അപ്പോഴേ ശ്രുതിക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് കേട്ടോ. ഇത് കേട്ട ബീരൻ പറയണം, അതൊന്നും ഓർത്തിട്ട് ചേച്ചി പേടിക്കേണ്ട, ഞാൻ ചെന്ന ഉടനെ തന്നെ എനിക്ക് ശ്രുതിമോളുടെ അച്ഛനെയും കൊണ്ടിട്ട് ഞാൻ പോവുള്ളൂ, ശ്രുതിമോളുടെ അച്ഛനോട് ഞാൻ എല്ലാ കാര്യവും കൃത്യമായിട്ട് പറഞ്ഞോളാം, എല്ലാവരും നല്ലവരാണ്, എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുകയാണ്. ഈ സമയത്ത് ശ്രുതിയാണെങ്കിൽ ഫോൺ വന്ന പോലെ അഭിനയിക്കുകയാണ്. അയ്യോ എന്താ ഈ പറയുന്നത്, ഇളയച്ചൻ വന്നല്ലേ ഉള്ളൂ, എല്ലാവരും കൂടി സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് ഇളയച്ചൻ അങ്ങോട്ട് വിടേണ്ടതുണ്ടോ, ഇത് കേട്ടിട്ട് ചന്ദ്ര ഇങ്ങനെ ഞെട്ടുകയാണ്. അപ്പോൾ വേഗം ശ്രുതിയോട് ചന്ദ്ര പറയാണ്, ഇളയമ്മയ്ക്ക് തീരെ വയ്യ. അപ്പോൾ ശ്രുതി നമ്മുടെ ബീരനോട് പറയാം, ഇളയമ്മ പറയാം വേഗം ചെല്ലാം. ബീരൻ, ഏത് ഇളയമ്മ, ആരുടെ ഇളയമ്മ? അപ്പോഴേക്കും ശ്രുതി പറയാം, ഇളയമ്മ നിങ്ങളുടെ ഭാര്യ. ഓ എൻ്റെ ഭാര്യയോ, ഇന്നലെ പറഞ്ഞ കാര്യം ശ്രുതി പറയുമ്പോഴേ പെട്ടെന്ന് നമ്മുടെ സച്ചി ചാടി കയറി ചോദിക്കും, ഇന്നലെ പറഞ്ഞ കാര്യമോ, അതെന്ത് കാര്യം? അപ്പോൾ ചന്ദ്രയുടെ മുഖത്തേക്ക് നോക്കുക കേട്ടോ. അല്ല ഇദ്ദേഹം പെട്ടെന്ന് പോവാണോ, എന്നാലും 2 ദിവസം കൂടി നിന്നിട്ട് പൊക്കോ, ഞാനാണെങ്കിൽ ആടിൻ്റെ കറികളോ ആടിൻ്റെ സൂപ്പും ഒക്കെ വെച്ചിട്ടുണ്ട്, ഇതൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയണേ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബീരാൻ പെട്ടെന്ന് അവൾക്ക് എന്താ പറ്റി, എൻ്റെ ഭാര്യയ്ക്ക് എന്താ പറ്റി എന്നൊക്കെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മറുപടിയൊക്കെ ശ്രുതി പറയുന്നില്ല, എന്തോ അമ്മായിക്ക് സുഖമില്ല, അത് കാരണം അമ്മാവൻ പോകണമെന്നൊക്കെ പറയണം. പക്ഷേ ഏറ്റവും കൂടുതൽ വിഷമമുള്ള നമ്മുടെ ചന്ദ്രയ്ക്കാണ്. അപ്പോൾ ഇന്ന് പോണോ മോളെ, ഞാനേ നാളെ പൊക്കോളാന്നൊക്കെ പറയുകയാണ്. ഇതേക്ക് ശ്രുതി പറയാണ്, നിങ്ങളുടെ ഭാര്യയല്ലേ ഇളയച്ച വയ്യാതെ കിടക്കുന്നത്, അവിടെ ഇളയമ്മയെ നോക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതാണ്. ഈ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നു, ഇളയച്ചൻ പോകാൻ നോക്കുന്ന പറയുകയാണെ. അപ്പോൾ ഇതേക്കുന്ന നമ്മുടെ രവീന്ദ്രനും പറയണം, അത് ശരി തന്നെയാണ്, നിങ്ങളുടെ ഭാര്യയ്ക്ക് തീരെ വയ്യാതിരിക്കുമ്പോൾ നിങ്ങളിവിടെ നിൽക്കുന്നത് ഒട്ടും ശരിയല്ല കാര്യമല്ല, നിങ്ങൾ 2-3 ദിവസം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സത്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷം തന്നെയായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാനായിട്ടാ ഇങ്ങനെ സംഭവിച്ചു പോയില്ലേ, അതുകൊണ്ട് പൊക്കോളം പറയുകയാണ്. അപ്പോൾ ബീരാന് തീരെ താല്പര്യമില്ല പോകാനായിട്ട്. എന്നാലും
ബീരൻ്റെ മനസ്സോടുകൂടി പോകേണ്ടതായിട്ട് വരികയാണ്. അപ്പോൾ ശരി, എന്തായാലും ആട് സൂപ്പും മാട്ടിറച്ചിയൊക്കെ കഴിച്ചോ, ബാലൻസ് വയ്ക്കേ വേണ്ട കേട്ടോ, ഞാൻ എന്തായാലും പോവുമല്ലേ, അത് കഴിക്കാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് കൊടുത്തു വെച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ ബീര എന്ത് ചെയ്യാണ്, പോവാണ്. അപ്പോഴേക്ക് സച്ചി പറയാണ്, ഇന്നെങ്കിലും അയാളെ കൈയോടുകൂടി പിടിക്കാമെന്ന് വിചാരിച്ചതുകൊണ്ട് ആ ചാൻസും പോയി എന്നും പറയാണ്. അപ്പോൾ കൂട്ടുകാരൻ പറയാണ്, വേറൊരു അവസരം കിട്ടാതിരിക്കില്ലല്ലോ സച്ചി, എന്തായാലും ഭൂമി ഉരുണ്ടതാണല്ലോ, എന്തെങ്കിലും ഒരു അവസരം കിട്ടാതിരിക്കില്ലെന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ എന്താ പറയുക, ഇയാൾ തിരിച്ച് പോവാണ്. അപ്പോൾ അതോടുകൂടി നമ്മുടെ ശ്രുതിക്ക് ആകെ സമാധാനം. അപ്പോൾ വർഷ പറയാം, ഇനിയിപ്പോൾ എന്താ ആൻറ്റി, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാമല്ലോ. അപ്പോഴേക്ക് ചന്ദ്ര പറയാം, ശരിയാണല്ലോ, അദ്ദേഹവും പോയി, ഇനി എന്തായാലും നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം. അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി ചോദിക്കുകയാണ്, എന്ത് വീട്ടിലേക്ക് പോവാന്നോ? അങ്ങനെ വീട്ടിലേക്കൊന്നും പോവാന്നും വേണ്ട, 2 ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതി, ഇത്ര ധൃതി എന്തിനാണ്? പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനൊരു മത്സരം കൂടി വെച്ചിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോൾ വർഷ ചോദിക്കുകയാണ്, എന്ത് മത്സരം? അതൊരു മത്സരമാണ്, നിങ്ങൾ പുറത്ത് നിന്ന് നോക്കുന്ന പറയാണ്. അപ്പോഴേക്കും അയൽവക്കത്തെ പിള്ളേർ പറയാണ് മത്സരം കാണാനായിട്ട്. അപ്പം മുത്തശ്ശി ഒരുക്കിയിരിക്കുന്ന മത്സരം എന്തൊക്കെയാന്ന് വെച്ചാൽ ഉറിയടി മത്സരമുണ്ട്, അതുപോലെ പണ്ട് കാലത്ത് കളിച്ചിരുന്ന പലതരം മത്സരങ്ങളും വെച്ചിട്ടുണ്ട്, ടയറൊക്കെ ഉരുട്ടിക്കൊണ്ട് കളിക്കില്ലേ, അപ്പം അങ്ങനത്തെ മത്സരമൊക്കെ. അപ്പോൾ ഇതൊക്കെ ഭയങ്കര രസമല്ലേ ഇപ്പോഴത്തെ കാലത്ത് കളിക്കാനൊക്കെ. അപ്പോൾ മുത്തശ്ശിയുടെ ഈ പ്ലാനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ശ്രുതിക്ക് അത്ര അങ്ങോട്ട് ഇൻട്രസ്റ്റ് തോന്നിയില്ല. സച്ചി പറയണം, അതെ, ഉറങ്ങുന്ന മത്സരം ഉണ്ടെങ്കിൽ അതിൽ ശ്രുതിയെ പങ്കെടുപ്പിക്കുക, നന്നായിട്ട് ഉറങ്ങിക്കോളും, പാർക്കിൽ കിടന്ന് അങ്ങനെയാണല്ലോ ഉറങ്ങുന്നത്. ഓട്ട മത്സരം ഉണ്ടെങ്കിലേ വർഷയും ശ്രീകാന്തിനെയും കൂടെ പങ്കെടുപ്പിക്കാം, അവരോട് പോയിട്ടാണല്ലോ കല്യാണം കഴിച്ചതെന്ന് പറയാണ്. ഇത് കേൾക്കുന്ന നമ്മുടെ ശ്രുതിക്ക് അത്ര ഇഷ്ടപ്പെടില്ലേ. കണ്ടു മുത്തശ്ശി, എന്തിനും അതിനും സച്ചി ശ്രുതിയെ കുറ്റപ്പെടുത്തും. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, എൻ്റെ പൊന്ന് സച്ചി, നീ ഒന്നും മിണ്ടാതിരിക്കുക, എന്താ വേണ്ടെന്നുള്ളത് എനിക്കറിയാം, എന്തായാലും നിങ്ങൾ പ്ലാനിങ് ഒക്കെ തുടങ്ങിക്കോളാൻ പറയാണ്. അപ്പം ആദ്യം തന്നെ കാണിക്കുന്നത് വർഷയും ശ്രീകാന്തിനെയാണ്. എനിക്ക് വേറെ ആര് ജയിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പ്രത്യേകിച്ച് രേവതി ജയിച്ചാലും എനിക്ക് സന്തോഷമുള്ളൂ, എനിക്ക് രേവതിയെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ സച്ചി ഉണ്ടല്ലോ, അവൻ ജയിക്കാൻ പാടില്ല, അവന് പകരം നമ്മളായിരിക്കണം വിൻ ചെയ്യേണ്ടത്. എപ്പോഴും നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്ന പരിപാടിയാണല്ലോ അവന്, അതുകൊണ്ട് തന്നെ ജയിക്കേണ്ടത് എന്ന് പറയാണ്. അപ്പം ഇതേ സമയത്ത് തന്നെ നമ്മുടെ ശ്രുതി പറയാണ്, എന്തായാലും നമ്മൾ വിൻ ചെയ്യുന്നവർക്ക് എന്തോ സമ്മാനം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്, എൻ്റെ ടാലൻ്റ് അനുസരിച്ച് നമ്മൾ തന്നെ വിൻ ചെയ്യും ശ്രുതി എന്ന് പറയാണ്. അപ്പോഴേക്കും സച്ചി വിൻ ചെയ്യരുത് എന്നുള്ളതാണ് ശ്രുതിയുടെയും ആവശ്യം. ഇതെല്ലാം മുത്തശ്ശി കേൾക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചന്ദ്രയ്ക്കും സച്ചിയോട് ഇഷ്ടമല്ല, അതുപോലെ തന്നെ സച്ചി രേവതി ജയിക്കുന്നത് നമ്മുടെ ചന്ദ്രയ്ക്ക് തീരെ താല്പര്യമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ തന്നെ നമ്മുടെ സച്ചിയും രേവതി ഇനിയും അന്നത്തെ മത്സരത്തിലെ പോലെ ജയിക്കുമെന്നൊക്കെയാണ്. ഇതിപ്പോൾ വീട്ടിൽ നടത്തുന്ന ചെറിയ മത്സരമാണെങ്കിൽ പോലും ഇവരുടെയൊക്കെ മനസ്സിൽ ഭയങ്കര വൈരാഗ്യ ബുദ്ധിയാണ്. മുത്തശ്ശി ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്ത കാര്യമാണെങ്കിൽ പോലും ഇവരുടെ മനസ്സിലൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, വേറെ തരത്തിലാണ് ഇവരെല്ലാവരും ചിന്തിക്കുന്നത്. അപ്പോൾ വർഷയും ശ്രുതിയും എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോയിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ആവുക, എന്നിട്ട് നമ്മൾ വിൻ ചെയ്യണം, സച്ചി രേവതി തോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് ചൂടക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം മുത്തശ്ശി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അടുത്തായിട്ട് നമ്മൾ ശ്രുതിയും സച്ചിയാണ്. അപ്പോൾ നമ്മുടെ രേവതി സച്ചിയാണ് കേട്ടോ. രേവതി പറയുകയാണ്, നമുക്കങ്ങനെ മത്സരത്തിൽ വിജയിക്കണമെന്നൊന്നുമില്ല സച്ചേട്ടാ, ആര് വിജയിച്ചാലും നമുക്കത് സന്തോഷം തന്നെയല്ലേ, നമ്മളൊരു രസമായിട്ട് ഇതിനെ കണ്ടാൽ മതി എന്ന് പറയാണ്. ഇതേക്കുന്ന മുത്തശ്ശി പറയാണ്, ഇവളുടെ മനസ്സ് മറ്റുള്ളവർക്ക് ഇല്ലാതായി പോയല്ലോ, എന്തായാലും മുത്തശ്ശി ഒരു തന്ത്രം ഇറക്കാൻ പോവുകയാണ്. പെണ്ണുങ്ങളെല്ലാം തന്നെ രവീന്ദ്രൻ്റെ ഗ്രൂപ്പാക്കുകയും അതുപോലെ ആണുങ്ങളെല്ലാവരെയും കൂടി നമ്മുടെ ചന്ദ്രമതിയുടെ ഗ്രൂപ്പാക്കാൻ പോവുകയാണെന്ന് പറയണം. അപ്പോഴേക്ക് ചന്ദ്രയ്ക്ക് ഇത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. കാര്യം ചന്ദ്രയ്ക്ക് സച്ചി അവരുടെ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞത് ഒട്ടും ഇഷ്ടമല്ല. കാര്യം ചന്ദ്രയ്ക്ക് ഒരിക്കലും സച്ചി ജയിക്കണമെന്നുള്ള താല്പര്യം ഇല്ലല്ലോ. ഞാൻ ശ്രുതിയും വർഷയും ഒരു ഗ്രൂപ്പ് ആയിക്കോളാം എന്ന് പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, ഇതുപോലെ മക്കളെ പിരിച്ച് സംസാരിക്കാൻ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, എന്തായാലും ഇങ്ങനെ അങ്ങ് ഗ്രൂപ്പായാൽ മതി എന്ന് പറയാണ്. അങ്ങനെ എന്തായാലും മത്സരം തുടങ്ങാൻ പോവാണ്. ഉറിയടി മത്സരമാണ് ആദ്യം നടക്കുന്നത്. അപ്പോൾ ആദ്യം വരുന്നത് ശ്രുതിയാണ് കേട്ടോ, കണ്ണൊക്കെ കെട്ടിയിട്ട്. അപ്പോൾ ശ്രുതി തോറ്റുപോയി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രുതി വരുന്നുണ്ട്, ശ്രുതിയും തോറ്റുപോവാണ്. പിന്നെ ശ്രീകാന്ത് വരുന്നു, ശ്രീകാന്ത് തോക്കുന്നു. വർഷ വരുന്നു, വർഷയും അതുപോലെ തന്നെ അടുത്തൊക്കെ വരുന്നുണ്ട്, പക്ഷേ എങ്കിലും ജയിക്കുന്നില്ല, തോറ്റുപോവാണ്. അപ്പോൾ രേവതിയും വരുന്നത്, രേവതിയും തോറ്റു പോകുന്നുണ്ട്. അപ്പോൾ സച്ചിയാണ് വരുന്നത്. സച്ചി നല്ല കറക്റ്റായിട്ട് ഉറിയടിക്കുന്നത്, അങ്ങനെയാണല്ലോ. അപ്പോൾ അപ്പോൾ നമ്മുടെ സച്ചിയാണല്ലോ ജയിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മനസ്സിലത് തന്നെ ആയിരിക്കില്ല. അപ്പോൾ ടീം ക്യാപ്റ്റൻ ആയിട്ടുള്ള നമ്മുടെ സച്ചി എല്ലാവരും കൂടെ എടുത്തു പൊക്കുകയാണ്. സച്ചിയും ശ്രീകാന്തും എല്ലാവരും പിന്നെ നമ്മുടെ ശ്രുതിയും കൂടിയിട്ട് എടുത്തു പൊക്കിയപ്പോൾ
ചന്ദ്രയ്ക്ക് ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. സച്ചിൻ നോക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ അത് പ്രകടിപ്പിക്കുന്നൊന്നും ഇല്ല കേട്ടോ. അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ടയർ ഉരുട്ടുന്ന മത്സരമായിരുന്നേ. അതിലും ഈ പറഞ്ഞ പോലെ തന്നെ രേവതി സച്ചിൻ തന്നെയാണ് വിൻ ചെയ്യുന്നത്. അവസാനമായിട്ട് നമ്മുടെ ചന്ദ്രയുടെ ഗ്രൂപ്പാണ് കൂടുതൽ മാർക്കോടുകൂടി പിന്നെ വരുന്നത്. അപ്പോൾ നമ്മുടെ സച്ചിയാണ് ചന്ദ്രയുടെ ഗ്രൂപ്പിനെ ജയിപ്പിച്ച് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ ചന്ദ്രയ്ക്ക് കൈ കൊടുക്കാൻ പറയണം. അപ്പോൾ ചന്ദ്ര മനസ്സില്ലാ മനസ്സോടെയാണ് കൈ കൊടുക്കുന്നത്. ആ സമയത്ത് ചന്ദ്രയുടെ മുഖമാണെങ്കിൽ കടന്നിൽ കുത്തിയതുപോലെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി ചോദിക്കണം, അല്ല ചന്ദ്ര, നിൻ്റെ മുഖത്തിന് എന്താണ് ഒരു തെളിച്ചമില്ലാത്തത്? എന്തായാലും നിൻ്റെ ഗ്രൂപ്പല്ലേ ജയിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയണം, ഓ, എൻ്റെ ഗ്രൂപ്പിൽ എൻ്റെ മക്കൾ ആരെങ്കിലുമാണ് ജയിക്കുന്നതെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇതിപ്പോൾ എന്ത് പറയാനായിട്ടാ, ഈ സച്ചി രേവതിയല്ലേ ജയിച്ചത്, അത് കാരണം എനിക്ക് അത്ര സന്തോഷമൊന്നുമില്ല എന്ന് പറയാണ്. ഇത് കേൾക്കുന്നത് നമ്മുടെ മുത്തശ്ശി പറയാണ്, നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ മക്കളെ പിരിച്ച് കാണരുതെന്ന്. എന്തിനാണ് നീ ഇങ്ങനെ മക്കളെ പിരിച്ച് കാണുന്നത്? ഇത് തന്നെയാണ് നിന്റെ സ്വഭാവത്തിലെ ഏറ്റവും വൃത്തികെട്ട സ്വഭാവം എന്ന് പറയാണ്. അപ്പോൾ അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരെയും നാളെ തന്നെ പോകണം എന്നൊക്കെ പറയും. മുത്തശ്ശി പറയാണ് 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ. അപ്പോൾ സച്ചി പറയാം, ഇല്ല മുത്തശ്ശി, ഓട്ടോ ഉണ്ട്, പോകാതിരുന്നാൽ ശരിയാവില്ലല്ലോ. അപ്പോഴേക്കും വർഷയും പറയണം, എനിക്കും ഡബ്ബിങ് ഉണ്ട്. അപ്പോൾ ശ്രുതി പറയാം, എനിക്കും ഉണ്ട് ജോലി. ശ്രീകാന്തും പറയാണ്, എനിക്കും ഉണ്ട് ജോലി. അപ്പോൾ രേവതി പറയണം, എനിക്കും പൂക്കട തുടങ്ങണം, അല്ലെങ്കിൽ കസ്റ്റമേഴ്സൊക്കെ തിരിച്ചു പോകും മുത്തശ്ശി എന്ന് പറയണേ. അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്രപതിയാണ്, ഓ പൂക്കട, ഇതിപ്പോൾ ശ്രുതി പറയുന്ന കേട്ടിട്ട് അങ്ങ് പറഞ്ഞല്ലേ, എന്തോ വലിയ ബിസിനസ്സുകാരിയാണെന്നാണ് വിചാരം, എന്തോ വലിയ എൻജിനീയറിങ് വർക്കൊക്കെ ചെയ്യുന്നത് പോലത്തെ വർത്താനമാണ് ഇവള് വർത്താനം പറയുന്നത്. സോഫ്റ്റ്വെയറും സാധനങ്ങളൊക്കെ ആണല്ലോ വിൽക്കാൻ വെച്ചിരിക്കുന്നത്, വലിയ കട. അപ്പോഴേക്ക് സച്ചി പറയണം, അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? ഞാൻ പറഞ്ഞതിന് ശേഷമാണ് എല്ലാവരും ജോലി എന്ന് പറഞ്ഞത്. രേവതിക്ക് എന്തെങ്കിലും ഒരു ജോലിയുണ്ട്, പിന്നെ ഒരു ജോലിയും കൂലിയില്ലാത്ത ഒരേ ഒരാളെ വീട്ടിലുള്ളൂ, അത് ഈ സുധിയാണ്. അവന് വെറുതെ ഇരുന്ന് തിന്നാൽ മതിയല്ലോ, അവൻ മാത്രമേ ഉള്ളൂ ജോലിയും കൂലിയില്ലാതെ വീട്ടിലിരിക്കുന്നുള്ളൂ എന്ന് പറയുകയാണേ. അപ്പോൾ ഇതേക്ക് നമ്മുടെ ശ്രുതിക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ലേ. അപ്പോൾ ശ്രുതി പറയാണ്, ഇതേ കണ്ടോ മുത്തശ്ശി, എന്തിനും ഏതിനും ശ്രുതിയെ കുറ്റപ്പെടുന്നു. അപ്പോൾ മുത്തശ്ശി പറയാണ്, ആവശ്യമില്ല സച്ചി, അവനെ ഒന്നും കുറ്റപ്പെടുത്തില്ലേ, ഒരു ആവശ്യമില്ലാത്ത വാക്കുകളൊന്നും വായിന്ന് വിളിച്ച് പറയാനും പാടില്ല. പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് വർഷയാണെങ്കിൽ നമുക്ക് ട്രൂത്ത് ഓർ ഡെയർ കഴിക്കാമെന്ന് പറയുകയാണേ. അങ്ങനെ അവരെല്ലാവരും കൂടി ട്രൂത്ത് ഓർ ഡെയർ കളിക്കാൻ പോവുകയാണേ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സുധീരുടെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ എപ്പോഴാണ് അവസാനമായിട്ട് നുണ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ശ്രുതി പറയണം, അത് പിന്നെ ഓരോരോ അവസരങ്ങൾക്കനുസരിച്ചാണല്ലോ ഒരു മനുഷ്യൻ നുണ പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ചില നുണകൾ സത്യമായേക്കാം, ചില സത്യങ്ങൾ നുണകളും ആയേക്കാം എന്ന് പറയുകയാണേ. അപ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവരും ചോദിക്കുകയാണ്, അല്ല മോളെ, നീ പറഞ്ഞതൊന്നും തന്നെ ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ, നീ എന്താ ഉദ്ദേശിച്ചത്? നുണ പറഞ്ഞു എന്നാണോ അതോ പറഞ്ഞിട്ടില്ലെന്നാണോ? അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയുകയാണ്, ഇതേ നോക്ക്, അവളോട് അങ്ങനെയും ചോദിക്കേണ്ട ആവശ്യമില്ല, അവൾ നല്ല വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയാണ്, അവൾ വല്ല ഫിലോസഫി പോലെ വല്ലതും പറഞ്ഞതാവും എന്ന് പറയാണ്. അപ്പോൾ അവളെപ്പോലെ വിദ്യാഭ്യാസമുള്ളവരല്ലല്ലോ ബാക്കിയുള്ളവർ, അവർക്ക് എങ്ങനെ മനസ്സിലാവാനായിട്ടാണെന്ന് പറയണേ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വർഷ ചോദിക്കുകയാണ്, അല്ല രേവതിയോട് ചോദിക്കട്ടെ, രേവതി ട്രൂത്ത് ഓർ ഡെയർ എന്ന് പറയാം. അപ്പോൾ രേവതി പറയാം, ഞാൻ സത്യം പറഞ്ഞോളാം, ടെൻഷൻ ഇല്ലാതെ എനിക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണം, എനിക്ക് സത്യം പറയാൻ പറ്റുമെന്ന് പറയുകയാണേ. അപ്പോൾ രേവതി അങ്ങനെ പറയുകയാണേ. അപ്പോൾ ടെൻഷൻ ഇല്ലാതെ തന്നെ എനിക്ക് സത്യം പറയാൻ മടിയൊന്നും ഇല്ലയെന്ന് വീണ്ടും പറയാം. സത്യമാണ് പറയുന്നത്, എനിക്ക് വളച്ചൊടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ രേവതിയോട് വർഷ ചോദിക്കുകയാണ്, സ്വന്തമായിട്ട് ആഗ്രഹങ്ങളൊന്നുമില്ലേ രേവതി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ എന്താഗ്രഹം, എൻ്റെ അനിയൻ നന്നായിട്ട് പഠിക്കണം, അനിയൻ നന്നായിട്ട് ജോലി മേടിക്കണം, അങ്ങനെ കുടുംബം നന്നായിട്ട് നോക്കണം, പിന്നെ നമ്മുടെ കുടുംബം എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കണം, ഇത്രയൊക്കെ തന്നെയുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഇതേക്ക് നമ്മുടെ രവീന്ദ്രൻ പറയണം, മോളെ നീ ഇനി മറ്റുള്ളവരുടെ എല്ലാവരുടെയും കാര്യം പറഞ്ഞു, നിനക്ക് മാത്രം ഒരു കാര്യം ഇല്ലേ? അപ്പോൾ സച്ചി നീ പറ, നിൻ്റെ ആഗ്രഹം എന്താണ്? എൻ്റെ ആഗ്രഹം എന്താ പറഞ്ഞിട്ടാണ് സച്ചി ഇങ്ങനെ പറയുകയാണ്, ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഒരാളോടും തുറന്ന് പറയാത്തൊരു സത്യമുണ്ട്, ആ സത്യം ഇപ്പോൾ പറയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പണ്ട് ഇതുപോലൊരു പൊങ്കൽ ദിവസമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് മുത്തശ്ശിയുടെ അടുത്തിട്ട് എൻ്റെ അച്ഛനും അമ്മയും ആക്കിയത്. അതെന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് പോലും എനിക്കറിയില്ല, ഞാൻ ചെയ്തത് തെറ്റെന്താണെന്ന് പോലും എനിക്കറിയില്ല. ആ സമയത്ത് ഞാൻ മുത്തശ്ശി എപ്പോഴും അച്ഛനും അമ്മയെ അന്വേഷിക്കില്ലായിരുന്നോ? അതേ മോനെ, ആ സമയത്തൊക്കെ എൻ്റെ അമ്മയെക്കുറിച്ചുള്ള സങ്കല്പം അതെൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എനിക്ക് ഒരിക്കൽ പോലും നടക്കാത്തൊരു സങ്കല്പം. എൻ്റെ അമ്മ ഒരുപാട് സ്നേഹിക്കുന്നു, എന്നെ മടിയിൽ വെച്ച് ലാളിക്കുന്നു, എനിക്ക് ഭക്ഷണം വാരിത്തരുന്നു. ഞാനൊരു ദിവസം വീണ് കഴിയുമ്പോൾ എൻ്റെ അമ്മ ഓടി വന്നിട്ട് എന്നെ എഴുന്നേൽപ്പിക്കുന്നു, എന്നിട്ട് എന്നെ ഉന്തിയിട്ട കുട്ടിക്ക് ഒരുപാട് ചീത്ത പറയുന്നു,
എൻ്റെ സ്കൂളിൽ കൊണ്ടുവന്ന് ആക്കുന്നതും സ്കൂളിലോട്ട് വരുമ്പോൾ ഊട്ടി ഉറക്കുന്നതും എല്ലാം എൻ്റെ അമ്മയായിരുന്നു. ഇങ്ങനൊരു സ്വപ്നം, നടക്കാത്ത സ്വപ്നം എൻ്റെ ഉള്ളിലുണ്ട്. എന്തിനു വേണ്ടിയാണ് ഞാൻ ഇത്ര വലിയ ശിക്ഷ അനുഭവിച്ചതെന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും എല്ലാത്തിനും അവസാനം ഞാൻ മാത്രം കുറ്റക്കാരനായി, ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ അനുഭവിക്കേണ്ടി വന്നു എന്നിങ്ങനെ പറയുകയാണ്. ഇത് കേട്ടത് എല്ലാവരും ഷോക്കായിട്ട് സച്ചി ഇങ്ങനെ നോക്കുകയാണ്. ഈ സമയത്ത് രവീന്ദ്രനാണെങ്കിലും പെട്ടെന്ന് പേടിക്കുകയാണ്, സച്ചി എന്തെങ്കിലും തുറന്ന് പറയുന്നുള്ള പേടിയിൽ. എന്നിട്ട് രവീന്ദ്രൻ്റെ ഉള്ളിൽ അതിങ്ങനെ വരികയാണ് കേട്ടോ. ശ്രുതിക്ക് സച്ചിക്കിടയിൽ മറ്റെന്തോ സംഭവം നടന്നിട്ടുണ്ട്. ശ്രുതി ചെയ്ത ഏതോ ഒരു തെറ്റിന് നമ്മുടെ സച്ചി കുറ്റക്കാരനായി മാറിയിട്ടുണ്ട്. അത് തന്നെയാണ് സച്ചിയോടുള്ള ദേഷ്യത്തിന് കാരണവും. അപ്പോൾ ഈ സമയത്ത് സച്ചി പറയാണ്, ആ സത്യം നമ്മളെല്ലാവരോടും പറയുകയാണ്. അപ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ ചുമക്കുകയാണ് കേട്ടോ. എന്താ പറ്റും ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് പറയണം കേട്ടോ. എന്തോ ചുമ പോലെ വന്നെന്ന് പറയണം കേട്ടോ. മതി, എല്ലാവരും പോയി കിടന്നുറങ്ങി, നാളെ രാവിലെ പോകണ്ടേന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ ഒരു കാര്യത്തിൽ നിന്ന് സച്ചിയെ പിന്തിരിപ്പിക്കുകയാണ്. അങ്ങനെ സച്ചി എഴുന്നേറ്റ് പോവാണ് കേട്ടോ. അപ്പോൾ ആരും ഒന്നും അറിയാതിരിക്കുന്നിടത്തോളം കാലം നീ രക്ഷപ്പെട്ടു. എന്നെങ്കിലും ഒരു ദിവസം അവരറിയും, എല്ലാ ആൾക്കാരും അറിയും. നോക്കിയോ, ആ പാവം അനുഭവിച്ച വേദനയൊക്കെ എണ്ണി നിനക്ക് കണക്ക് പറയേണ്ടി വരും. അങ്ങനെയോ പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരും ഈ മുഖത്തോടു കൂടി നിർത്തിരിച്ച് പോകേണ്ടി വരില്ലായിരുന്നു പറയണേ. എന്തോ ഒരു കാര്യമുണ്ട് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്ന നമ്മുടെ രേവതിയാണ്. രേവതി സച്ചിയാണ് കേട്ടോ. അപ്പോൾ സച്ചിയോട് രേവതി ചോദിക്കുകയാണ്, ചേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചു, സച്ചേട്ടൻ സത്യസന്ധമായിട്ട് ഉത്തരം പറയുകയും ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയാം, നീ പറയാൻ ചോദിക്കുക, സച്ചേട്ടൻ എന്താ ഇന്ന് പറയാൻ വന്നത്? എന്തോ സച്ചേട്ടൻ പറയാൻ വന്നിട്ടുണ്ടല്ലോ, എന്നിട്ട് സച്ചേട്ടൻ എന്താ അത് പറയാതെ വിട്ടിട്ട് പോയല്ലോ, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയണം, അത് അറിഞ്ഞിട്ട് നിനക്കിപ്പോൾ എന്തിനാ, അതറിയേണ്ട, ഞാനായിട്ട് തന്നെ അത് ആരോടും പറയുന്നുമില്ല, ആരും ഒന്നും അറിയാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയാണ്. അപ്പോൾ രേവതി നിർബന്ധിക്കുന്നില്ല. രേവതി പറയുന്നുണ്ട്, സച്ചേട്ടാ നിങ്ങൾ നിങ്ങളുടെ അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് ഇന്നത്തെ നിങ്ങളുടെ വർത്തമാനത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ അമ്മയുടെ ഒരുപാട് സ്നേഹമുണ്ട്. പക്ഷേ നിങ്ങളുടെ അമ്മ സ്നേഹത്തോടുകൂടി നോക്ക് പെരുമാറുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി സച്ചേട്ടാ എന്ന് പറയുകയാണെ. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഞാൻ ഭാര്യ മാത്രമായിരിക്കില്ല, ഒരമ്മ കൂടി ആയിരിക്കുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. നിങ്ങൾ കൂട്ടുകാരി ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയണ്ട. അങ്ങനെ സച്ചിയാണെങ്കിലോ രേവതിയുടെ തലയിൽ ഇങ്ങനെ മടിയിൽ തല വെച്ചിട്ട് അന്നത്തെ ദിവസം അങ്ങനെ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ രേവതിക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. ഇവരെല്ലാവരും കൂടി ചെന്നൈയിൽ വന്നെത്തിയിരിക്കുകയാണ് അവരുടെ വീട്ടിൽ. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ ചന്ദ്ര പറയുകയാണ്, ഓ ഈ പെട്ടിക്കട പണ്ടാരടങ്ങാനായിട്ട് വന്നിറങ്ങിയപ്പോൾ തന്നെ ഈ പെട്ടിക്കടയാണല്ലോ കണ്ടു വന്നത്, ഇത് എപ്പോഴെങ്കിലും ഒന്ന് പൊളിച്ച് കളയണം എന്നിങ്ങനെ പറയട്ടെ. അപ്പോൾ ചന്ദ്ര പുറപുറു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേക്കുന്ന രേവതിയാണെങ്കിലോ തിരിച്ച് മറുപടിയൊന്നും പറയുന്നില്ല. അപ്പോൾ സച്ചി പറയാണ്, അതെ ഇതിൽ പേര് മാത്രമേ അമ്മയുടെ ഉള്ളൂ, ഇത് രേവതിക്ക് ഈ പെട്ടിക്കട കാരണം വലിയ കോളുകളാണ് വന്നുകൊണ്ടിരുന്നത്. രേവതി നല്ല ഫേമസായി. അത് രേവതിക്കാണെങ്കിൽ ഒരുപാട് പൂ കിട്ടാനുള്ള ഓർഡറും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വലിയ കടയല്ലെങ്കിലും അത്യാവശ്യം നല്ല വരുമാനമുള്ള കട തന്നെയാണ്. അതുകൊണ്ട് അതിന് കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സമയത്ത് ചന്ദ്ര പറയണ്ട, ഓ പിന്നെ കോടിക്കണക്കിന് രൂപയാണല്ലോ ഈ പെട്ടിക്കട നീ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അത് വേടാ എന്ന് പറയുകയാണെ. അപ്പോൾ ചന്ദ്ര വേഗം അങ്ങനെ അകത്തേക്ക് കയറി പോവാണ്. ഈ സമയത്ത് നമ്മുടെ വർഷയാണെങ്കിലോ വർഷയുടെ റൂമിൽ പോകണോ, ഒന്ന് കിടന്ന് ഉറങ്ങണം, അതിന് ശേഷം ഡബ്ബിങ്ങിന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ രേവതി ആണെങ്കിലോ രേവതിയുടെ റൂമിലേക്ക് അങ്ങ് ഡ്രസ്സൊക്കെ മാറിയിട്ട് പോയപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുകയാണ്, അതെ നീ എവിടേക്കായി പോകുന്നത്? അത് ശരി, അങ്ങനെ സൂചിച്ചിരിക്കാന്നാണോ നീ വിചാരിച്ചത്? എന്തായാലും വീട്ടിൽ വെച്ചിട്ടേ അച്ചമ്മ എന്നുള്ള വിളിയായിരുന്നല്ലോ എപ്പോഴും, ഒരു പണിയെടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആങ്ങി വാങ്ങി നടക്കുക. ഇവിടെ വന്നു കഴിഞ്ഞാലേ അതൊന്നും നടക്കില്ല, പോയി എല്ലാവർക്കും കൂടെ ചായ ഇട്ടിട്ട് കൊണ്ടുപോകാം ആദ്യം. അപ്പോൾ രേവതി പറയാം, ഞാനൊന്ന് കട തുറന്നിട്ട് പിന്നെ ആ പെട്ടിക്കട തുറന്നിട്ട് വേണമല്ലോ നിനക്ക് ജീവിക്കാൻ, പോയി ചായ ഇടിയെന്ന് പറയാണ്. അങ്ങനെ രേവതി ചായ ഇടാനായിട്ട് പോവുകയാണ്. എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോവുകയാണ്. നമുക്ക് മാത്രമാണല്ലോ റൂമില്ലാത്തത് ഇവൻ കാരണം. ഈ തണുപ്പത്ത് തണുത്ത് വരച്ച് നമ്മൾ മാത്രമാണല്ലോ കിടക്കുന്നത്. ശ്രുതിയുടെ വർഷയുടെ കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവരാണെങ്കിൽ അവർ പണക്കാർ വീട്ടിലെ പിള്ളേരാണ്. ഓരോരോ റൂമിൽ അവർ സൗകര്യത്തോടുകൂടി കിടക്കുകയും ചെയ്യും. പക്ഷേ അങ്ങനെയല്ലല്ലോ ചില ആൾക്കാർ, എല്ലാവരും കൂടി കിടക്കുന്ന പോലെ ഒരു റൂമിൽ തന്നെ പാവിരിച്ച് കിടന്നിരുന്ന ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ റൂമില്ലാതെ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പോഴേക്കും നമ്മുടെ സച്ചി പറയാണ്, രേവതി നിന്നെ അവൻ ഉദ്ദേശിക്കുന്നത് ചുറ്റി വളച്ച് നിന്നെയാണ് പറയുന്നത്. ചുറ്റി വളച്ചിട്ടൊന്നുമില്ല, അല്ലാതെ തന്നെ എനിക്ക് മനസ്സിലായി, അത് എനിക്ക് വേണ്ടിയിട്ട് പറയുന്നതാണെന്ന്. എന്തായാലും ഈ ചായ ഒന്ന് കൊടുക്കട്ടെ എന്ന് പറയുകയാണേ. അപ്പോഴേക്കും രവീന്ദ്രൻ പറയാം, അതെ റൂമിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ടുണ്ട്, മുകളിൽ നമ്മൾ ഒരു റൂം കൂടെ എടുക്കാൻ പോവാണ്. ഇത് കേട്ട ചന്ദ്ര പറയാം, മുകളിലൊരു റൂമോ? അതെന്തിനാ? നീയല്ലേ പറഞ്ഞ റൂമില്ലെന്ന്, മുകളിലൊരു റൂം എടുത്തിട്ടേ നമുക്കുള്ള റൂം അവിടെ ശരിയാക്കാമെന്ന് പറയുകയാണേ. ഈ സമയത്ത് നമ്മുടെ രേവതി ചായ കൊണ്ട് വരികയാണ്. എന്നിട്ട് ചായ രവീന്ദ്രനോട് പറയാം, അച്ഛന് ചൂടുള്ള നല്ല ചായ, ഇതെല്ലാം അമ്മയ്ക്ക് പഞ്ചസാരയുടെ ചായ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. പഞ്ചസാര കുറുക്കിയാണ് രേവതി ചായ ഇട്ട് കൊടുക്കുന്നത്. ഇതോട് ചന്ദ്ര, ഇതെന്തോരം പഞ്ചസാര അടി നീട്ടയ്ക്കുന്നത്, പിന്നെ
അപ്പോഴേക്കും സച്ചി പറയും, രേവതി നിനക്കറിയില്ലേ അമ്മയ്ക്ക് ഷുഗറുണ്ട്, അതുകൊണ്ട് നീ ഇട്ടേക്കുന്ന പഞ്ചസാര കൂടുതലായിട്ട് അമ്മയ്ക്ക് തോന്നുന്നതാണെന്ന് പറയണേ. ഇദ്ദേഹം ചന്ദ്രൻ, എനിക്കോ ഷുഗറോ? എനിക്ക് ഷുഗറൊന്നുമല്ല, ഈ പഞ്ചസാര വളരെ കുറവാണ്, ഒട്ടുമില്ല എന്ന് വേണം പറയാനെന്ന് പറയണേ. രേവതി നാളെ ഇതുപോലെ തന്നെ നന്നായിട്ട് പഞ്ചസാര ഇട്ട് തന്നെ തരണം കേട്ടോ, എനിക്ക് ഒട്ടും പഞ്ചസാര തോന്നുന്നില്ല എന്ന് പറയണേ. എന്നിട്ട് കഷ്ടപ്പെടുന്ന കുറുക്കി വെച്ചിരുന്ന പനി എടുത്ത് കുടിക്കുകയാണ് നമ്മുടെ ചന്ദ്ര. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ചന്ദ്രയാണ്. നമ്മുടെ ചന്ദ്ര വിളിച്ചു വരുത്തിയിരിക്കുകയാണ് കേട്ടോ ബാമയെ. എന്നിട്ട്, അല്ല ചന്ദ്ര നീ എന്തിനാ ഇത്ര നേരത്തെ എന്നെ വിളിച്ചു വരുത്തിയ? വാ നമുക്ക് അങ്ങോട്ട് മാറി ഇന്ന് സംസാരിക്കാമെന്ന് പറയണേ. എല്ലാ റൂമിലും മരുമക്കളാണല്ലോ. അപ്പോൾ ചന്ദ്ര എന്ത് ചെയ്യാണ്, ബാമയും കൂട്ടിയിട്ട് ടെറസിൻ്റെ മുകളിൽ പോവാണേ. ടെറസിൻ്റെ മുകളിൽ പോകുന്ന സമയത്ത് ബാമ ചോദിക്കുക, എപ്പോഴും നീ ഇതെൻ്റെ വീടാണ്, ഇതെൻ്റെ അച്ഛൻ തന്ന വീടാണെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പറഞ്ഞുകൊണ്ടിരിക്കണേ, ഇപ്പം എന്തു പറ്റി? നിനക്ക് സ്വന്തമായിട്ട് ഈ വീട്ടിലൊരു റൂം പോലും ഇല്ല. ആ ബാമേ, അതിനെക്കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ വന്നത്, മുകളിലൊരു റൂം എടുക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ ബാമ പറയാം, അത് പിന്നെ നല്ല കാര്യമായില്ലേ, മുകളിലൊരു റൂം എടുത്തു കഴിഞ്ഞാൽ സുഖമല്ലേ, നിനക്കും ചേട്ടനും മുകളിലും താമസിക്കാമല്ലോ, 3 മരുമക്കളും നിങ്ങളുടെ മക്കളും കൂടി താഴെ താമസിക്കും, എല്ലാവരും കൂട്ടുകുടുംബമായിട്ട് എന്ത് രസമായിരിക്കും. എനിക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാവുന്നത്, കാര്യം എൻ്റെ മകൻ എൻ്റെ അടുത്തില്ല, അതിൻ്റെ വേദന ഞാൻ നന്നായിട്ട് അറിയുന്നുണ്ട്. അപ്പോൾ നിനക്ക് എല്ലാ മക്കളുടെ കൂടെ നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയാണ്, എനിക്കങ്ങനെ എല്ലാ മക്കളുടെ കൂടെ നിൽക്കണ്ട, ഇവിടെ വർഷയും ശ്രുതി മാത്രം മതി. ആ പൂകെട്ടുന്നവളും എൻ്റെ മകൻ സച്ചി ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോകണം, അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ റൂം എടുക്കാൻ തയ്യാറാവാത്തത്. അങ്ങനെയെങ്കിലും പണ്ടാരങ്ങൾ ഇറങ്ങി പൊക്കോളൂല്ലോ എന്ന് ഞാൻ വിചാരിക്കുകയാണെന്ന് പറയാണ്. ഇപ്പതേ റൂം എടുത്ത് കഴിഞ്ഞാൽ അവറ്റകൾ രണ്ടെണ്ണം പോവില്ല എന്നുള്ളത് ഉറപ്പാവും എന്ന് പറയാണ്. അപ്പം ഇപ്പം എന്തായാലും ശ്രുതിയുടെ അച്ഛൻ താമസിയാതെ തന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ മുകളിൽ റൂം എടുക്കും, വലിയൊരു റൂം, 2-3 റൂം എടുക്കണം. ശ്രുതിയുടെ ശ്രീകാന്തിൻ്റെയും കാർക്ക് വയ്ക്കാനായിട്ട് മുകളിലൊരു നില, എന്നിട്ട് ലിഫ്റ്റ് വഴി വേണം ഇതൊക്കെ കയറ്റാനായിട്ട്. ഞാനൊരു സിനിമയെ കണ്ടിട്ടുണ്ട്. എന്തായാലും കോടികൾ വെച്ചിട്ടുള്ള കളിയായിരിക്കുള്ളൂ. ഇവിടെ ശ്രുതിയും വർഷയും മാത്രം മതി, ആ പുകട്ടുന്നവളും അവളുടെ കെട്ടിയവനും ഇവിടെ വേണ്ടെന്ന് പറയാണ്. ഇതേക്കുന്ന ഭാമ പറയാൻ, നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു? നിൻ്റെ മകൻ തന്നെയല്ലേ സച്ചി, നീ ഇങ്ങനെ എന്തിനാണ് വെറുതെ ഇങ്ങനെ രണ്ടായിട്ട് കാണുന്നത്, വ്യത്യാസം കാണിക്കുന്നത്? നിനക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോഴേക്ക് ചന്ദ്ര പറയാം, എനിക്ക് പിന്നെ നീ ഒരു കാര്യം ചെയ്യും, ആ പൂകെട്ടുന്നവളെ എൻ്റെ മകൻ സച്ചി നിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കും. എന്തിനാ നിൻ്റെ മകൻ്റെ ഒന്ന് രാവിലെ ഒരു കഴിച്ച് തേക്കാനോ? അപ്പം അറിയാലോ അവൻ്റെ സ്വഭാവം, അവന് വേണമെങ്കിൽ നീ കൊണ്ടുപോയിക്കോ, എനിക്ക് എന്തായാലും വേണ്ടെന്ന് പറയണേ. ഈ സമയത്ത് നമ്മുടെ രേവതി ചായ ആയിട്ട് അവിടേക്ക് വരുന്നുണ്ട്. രേവതിയെ കണ്ട ചന്ദ്ര ആകെ വെട്ട് കിട്ടിയ പോലെ നിൽക്കുകയാണ്. ഒളിഞ്ഞേക്കാൻ വന്നേരിക്കും അല്ലേ? അപ്പോൾ രേവതി പറയും, എനിക്കൊന്നും ഒളിഞ്ഞേക്കേണ്ട ആവശ്യമില്ല, ഈ ചായ തരാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞിട്ട് ചായ അവിടെ വെച്ചിട്ട് രേവതി അങ്ങ് പോവുകയാണേ. ഈ സമയത്ത് ചന്ദ്ര പറയുന്നത്, അവളുടെ ഒരു പൂക്കട അതെങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇടിച്ച് നിർത്തണം എന്ന് പറയാണ്. എന്നാൽ എനിക്ക് സമാധാനം കിട്ടുള്ളൂ എന്ന് പറയണം കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുക നമ്മുടെ ശ്രുതിയാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ കഴിഞ്ഞ തവണ നടന്ന സംഭവങ്ങൾ മീരയോട് പറയാണ്ട്, എൻ്റെ പൊന്ന് മീരെ, നീ ഏൽപ്പിച്ചെന്ന് അയാളുണ്ടല്ലോ, അയാൾ കുടിച്ച് 4 കാലം നടന്ന എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞേനെ. സത്യം പറഞ്ഞ് ഞാൻ പേടിച്ചു പോയി. ഒരു കണക്കിനാണ് ഞാൻ അയാളെ പറഞ്ഞു വിട്ടത്. മാത്രമല്ല ശ്രുതിക്കാണെങ്കിൽ അയാൾ വെള്ളവും കൊടുത്തു. ഇങ്ങനെ പറയാണ്. ഈ സമയത്ത് നമ്മുടെ കൂട്ടുകാരി പറയാണ്, എടി നീ കേട്ടിട്ടുണ്ടോ, ഒരു പെൺകുട്ടിയുടെ ഗർഭവും അതുപോലെ തന്നെ നുണയും എല്ലാ കാലവും മറച്ചു വയ്ക്കാൻ പറ്റില്ല, അതൊരു ദിവസം പുറത്തു വരിക തന്നെ ചെയ്യും. നീ ഒരു കാര്യം ചെയ്യും, നീ നിൻ്റെ സത്യങ്ങളെല്ലാം ഒരു സമയത്ത് അങ്ങ് തുറന്ന് പറയുമെന്ന് പറയണേ. അപ്പോൾ ഇതേക്കുന്ന ശ്രുതി പറയണേ, എൻ്റെ പൊന്നോ, രേവതി ആത്തള്ള കാണിക്കുന്നതന്നെ എനിക്കറിയാം. ഇനി ഞാനെങ്ങനെ വല്ല സത്യവും തുറന്നു പറഞ്ഞാൽ എൻ്റെ അമ്മായിയമ്മ രേവതിയെക്കാളും മോശം അവസ്ഥയിൽ എന്നെ കൊണ്ടെത്തിക്കും. ഒരിക്കലും അതൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുകയാണേ. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ മീരയുടെ വീട്ടിലേക്ക് ഒരു കോളിംഗ് ബില്ല് അടിക്കുന്നത്. മീര വന്ന് വാതിൽ തുറക്കുമ്പോൾ ആരാണ്? നമ്മുടെ ബീരാനാണ്. അപ്പോൾ ബീരാനാണെങ്കിലോ ബീഫും മട്ടനും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കാണുന്ന ശ്രുതി ചോദിക്കാണ്, എടോ താൻ ഇവിടെയോ? അപ്പോൾ ബീരാൻ പറയാം, മോളെ ചാൻസ് എനിക്ക് കിട്ടുമല്ലോ, ഞാൻ നന്നായിട്ട് അഭിനയിച്ചല്ലോ എന്ന് പറയണേ. അപ്പോഴേക്ക് ശ്രുതി പറയാം, പിന്നെ ഭയങ്കര അഭിനയമായിരുന്നു, എല്ലാം കുളങ്കി, താണെന്തിനോട് കുടിക്കാൻ നിന്നത്? അത് പിന്നെ നാച്ചുറലായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മോളെ ഞാൻ കുടിച്ചത്, നാച്ചുറൽ എല്ലാം കൈയോടുകൂടി പിടിച്ചേനിപ്പോൾ. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ഈ മീരോട് ചോദിക്കുകയാണ്, മീരോട് ചോദിക്കണേ, എനിക്ക് ജോഷി സാറിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ പറ്റുമല്ലോ അല്ലേ? പറ്റും, നിങ്ങൾ അതുമാതിരിയാണല്ലോ അലമ്പിയത്, ഞാൻ നിങ്ങളോട് കുടിക്കരുതെന്ന് പറഞ്ഞതല്ലേ, അറിയാതെ കുടിച്ചു പോയതാണ് എന്നൊക്കെ ഇയാളും ഇങ്ങനെ പറയുകയാണ്. ഈ സമയത്ത് ഇയാൾ പറയാണ്, എന്തായാലും ഞാൻ വേറൊരു കാര്യം പറഞ്ഞല്ലോ, 3 മാസത്തിനുള്ളിൽ മോളുടെ അച്ഛനെയും കൊണ്ട് വരുള്ളൂ. 3 മാസം കഴിയുമ്പോൾ ഞാൻ പിന്നെ അഭിനയിക്കാൻ വരണമല്ലോ,
അല്ലാതെ നിങ്ങളെങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യും? ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു കണക്കിനങ്ങ് ഓടിച്ചു വിടുകയാണ്. ഈ ബീരനാണെങ്കിലോ പോകെ നമുക്ക് മനസ്സിലാവും ആൾ ശരിക്കും ഒരു പാവമാണ്. ശ്രുതിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ ശ്രുതിയാണ് ഇതിൽ കള്ളത്തിലൊക്കെ കാണിക്കുന്നത്. പക്ഷേ ഇയാളൊരു ശരിക്കും പാവമാണ്, ഇയാളൊരു കുരിശായി മാറുമെന്നൊക്കെ ശ്രുതിക്ക് പേടിയുണ്ട്. എന്നിട്ട് മീരയോട് ഇങ്ങനെ പറയാണ്, നിന്നത്തേറി കുരിശുകാരി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, നമുക്ക് നോക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സീനാണ്. അടുത്ത സീനിൽ നമ്മുടെ സച്ചി ഓട്ടം കൊണ്ടുവന്നത് ആരെയെന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതിയുടെ കട മേടിച്ചിരിക്കുന്ന സ്ത്രീയാണ്. അപ്പോൾ ഈ സ്ത്രീയാണെങ്കിൽ സച്ചിയുടെ വണ്ടിയിൽ വന്ന് കയറിയിട്ട് ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൻ്റെ ഫ്രണ്ടിൽ നിർത്താനായിട്ട് പറയുകയാണ്. അങ്ങനെ ബ്യൂട്ടി പാർലറിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി നിർത്തുന്നു. അപ്പോൾ സച്ചി ഇങ്ങനെ വിചാരിക്കുകയാണ്, ഓ ശ്രുതിയുടെ ഭാര്യയ്ക്ക് വലിയ വലിയ ക്ലൈൻ്റൊക്കെ ആണല്ലോ വരുന്നത്, അയാൾ ശരിക്കും അവരുടെ ഓഫീസ് എന്താ പറയുക പാർലറിൽ വരുന്ന സ്റ്റാഫായിരിക്കും എന്നൊക്കെ വിചാരിക്കുകയാണ്. ഇയാളാണെങ്കിൽ ഈ സ്ത്രീ ആണെങ്കിലോ പെട്ടെന്ന് പൈസ കൊടുക്കാതെ അങ്ങ് നടന്നു പോയി. അപ്പോൾ പെട്ടെന്ന് സച്ചിയാണെങ്കിൽ മാഡം പൈസ തന്നില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് അവിടെ തന്നെ റിസപ്ഷനിൽ നിന്ന് പെൺകുട്ടിയോട് പറയാം, മോളെ ആ പൈസയും കൊടുത്തേക്കെന്ന് പറയുകയാണ്. ഇദ്ദേഹം സച്ചി ചോദിക്കുകയാണ്, ഇത് സച്ചി ചോദിക്കുകയല്ല, സച്ചി വിചാരിക്കുകയാണ്, ഇത് നമ്മുടെ പാർലറമ്മയുടെ പാർലറല്ലേ, ഈ സ്ത്രീ എന്താ ഇവരോട് പറയുന്നത്, ഇതിലെന്തോ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ സച്ചിക്ക് വല്ലാതെ അങ്ങ് ടെൻഷൻ ഒരു ഡൗട്ട് തോന്നുകയാണ്, ഈ കസ്റ്റമറുടെ പൈസയൊക്കെ എങ്ങനെ ഇവർ കൊടുക്കും, ഇതിലെന്തോ കാര്യമുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ സച്ചി ആലോചിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഈ റിസപ്ഷനിലുള്ള ബില്ല് ചെയ്യുന്ന പെൺകുട്ടി പറയാം, അതിന് ഇവർ തന്നെയാണ് ഓണർ. അപ്പോൾ സച്ചി പറയാം, അല്ല ശ്രുതി എന്ന് പറയുന്നവരല്ലേ ഇതിൻ്റെ ഓണർ? ശ്രുതി മാം ആയിരുന്നു ഓണർ, പക്ഷേ ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ അവർ വർക്ക് ചെയ്യുന്ന ആളാണ്, അവർക്കിപ്പോൾ ഓണർഷിപ്പ് ഒന്നുമില്ല, ഇവർക്ക് വിറ്റു എന്ന് പറയാണ്. അത് തന്നെ ഉടനെ സച്ചി പറയാം, അപ്പോൾ പേര് മാറ്റിയെന്ന് പറയാണ്. ഇതേക്ക് സച്ചി ആകെ ഞെട്ടിപ്പോവാണ്. ഇത് നമ്മുടെ ശ്രുതിയേക്കാളും കിടിലേയും ദില്ലാലങ്ങളെ ആളാണല്ലോ ഇവള്. എന്നിട്ട് അതിനുശേഷം സച്ചിയാണെങ്കിലോ ഈ ഒരു പാർലറിൻ്റെ പേരടക്കം ഫോട്ടോ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഇന്ന് തന്നെ കൊടുക്കണം ഇതെന്ന് പറഞ്ഞിട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ അവിടെ ഇരിപ്പുണ്ട്. അച്ഛാ അമ്മ എന്തേ? അമ്മ അകത്ത് എവിടെയോ ഉണ്ടെന്ന് പറയാണ്. എങ്കിൽ അച്ഛനോട് എനിക്ക് രഹസ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. അച്ഛനല്ലേ പറഞ്ഞത് കുടുംബത്തിലുള്ള എല്ലാ കാര്യങ്ങളും രഹസ്യമായിട്ട് വേണം പറയാനെന്ന്, പബ്ലിക്കായിട്ട് വന്ന് പറയരുതെന്ന്. അതുകൊണ്ട് ആദ്യം അച്ഛനോട് പറയാം, അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരോടായിട്ട് പറയാം. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ്, അല്ല നിനക്ക് എന്ത് രഹസ്യം എന്നോട് പറയാനുള്ളത്, കാര്യം പറയടാ. അപ്പോഴേക്ക് സച്ചി പറയാം, അതെ അച്ഛാ, നമ്മുടെ ഇവിടുത്തെ പൗഡറമ്മ ഉണ്ടല്ലോ, എൻ്റെ ചേട്ടത്തി, അവരുടെ കടയിലേക്ക് ഞാൻ ഇന്നൊന്ന് ചെന്നു വച്ചാ. ചന്ദ്ര ബ്യൂട്ടി വേൾഡ് എന്നൊക്കെ ആയിരുന്നല്ലോ നമ്മുടെ അമ്മയുടെ പേരൊക്കെ വെച്ച്, നല്ല കിടിലൻ പാർലർ ആയിരുന്നല്ലോ, എന്തൊക്കെ ഷോ ആയിരുന്നു. ഇപ്പം അതിൻ്റെ പേരൊക്കെ മാറ്റി ഗ്രീൻലാൻഡിൽ അങ്ങനെ എന്തോ ആക്കി. ദേശം നോക്കുന്ന പറയണേ. ഇതേക്കുന്ന് രവീന്ദ്രൻ പറയാണ്, പേര് മാറ്റിയോ? അതെന്താ പേര് മാറ്റിയത്? അത് പിന്നെ ഈ പാർലർ അമ്മ ഉണ്ടല്ലോ, അവരുടെ കട മറ്റൊരു സ്ത്രീക്ക് വിറ്റെന്നോ എന്ന് വെച്ചാൽ അവർക്ക് സ്വന്തമായിട്ട് കട ഇല്ലയെന്നോ? അത് തന്നെ, അവൾക്കിപ്പോൾ സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലറും ഇല്ല, ഒന്നുമില്ല. അവളിവിടെ വന്ന് ശ്രുതിയെ പോലെ തന്നെ നമ്മുടെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓണറാന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞ അച്ഛാ, ആകെ ഉള്ളത് ദേവതയുടെ പൂക്കട മാത്രമാണ് അമ്മയുടെ പേരിലുള്ളത്, അല്ലാതെ ബാക്കി ഒന്നുമില്ല. അപ്പോൾ ഇതേക്കുന്ന രവീന്ദ്രൻ പറയാണ്, അത് പറയുന്നത് സത്യം തന്നെയാണോ? ദേ നോക്കുന്നു പറഞ്ഞിട്ട് വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. ഈ സമയത്ത് സച്ചി പറയാണ്, എന്തായാലും ഇത് അമ്മയോട് പറയണം, അമ്മയുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ എനിക്കൊന്ന് കാണണം വെച്ചാന്ന് പറയാണ്. അപ്പോഴേക്ക് രവീന്ദ്രൻ പറയും, എൻ്റെ പൊന്ന് സച്ചി, നീ ഇപ്പം അവളോട് പോയി പറയാൻ നിൽക്കണ്ട. ഒരുപക്ഷെ അവൾക്ക് ഇതിനേക്കാളും മുമ്പ് ഒത്തിരി കാര്യങ്ങൾ അറിയാമെങ്കിലോ, അവൾക്ക് എല്ലാം അറിയാമായിരിക്കും, ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് മറയ്ക്കുന്നതെങ്കിലോ നമുക്കത് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ നീ അവളോട് ഇപ്പോൾ അത് പറയാൻ നിൽക്കണ്ട, ഇവൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലായതിന് ശേഷം നമുക്ക് സംസാരിക്കാമെന്ന് പറയുകയാണ്. ശരിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചിയും പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സച്ചിയാണെങ്കിൽ പോവാനായിട്ട് റെഡിയാകുമ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിൽ പിന്നെ അയൺ ചെയ്ത വസ്ത്രങ്ങളൊക്കെ ശ്രുതിയുടെ അയൺ ചെയ്ത ഡ്രസ്സൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അയൺ ചെയ്യുന്ന ആൾ വരികയാണ്. അപ്പോൾ സച്ചി പറയാം, ഞാൻ അയൺ ചെയ്യാൻ കൊടുത്തിട്ടില്ലല്ലോ, രേവതി നീ കൊടുത്തോ, അച്ഛൻ കൊടുത്തോ, പിന്നെ ആരുടെയാണ് എന്ന് പറഞ്ഞ് തുറന്നു നോക്കുമ്പോൾ എന്താ നമ്മുടെ ശ്രുതിയുടെ ഷർട്ടാണ്. പിന്നെ ഇവൻ അയൺ ചെയ്യുന്നതിന് ഞാൻ പൈസ കൊടുക്കണമെന്നല്ലേ? എടാ ശ്രുതി, നിൻ്റെ പോക്കറ്റിൽ നിന്നേ നീ തന്നെ എടുത്ത് കൊടുക്കുമെന്ന് പറയണേ. അപ്പോൾ എൻ്റെ പോക്കറ്റിൽ നിന്നോ? എൻ്റെ കയ്യിൽ പൈസ ഇല്ല, നിനക്ക് നാണമില്ലടാ? പാർക്കിൽ ചെന്ന് ഉറങ്ങിയിരിക്കുന്ന വേണ്ടിയിട്ട് അയൺ ചെയ്യുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്നത് നിനക്ക് നാണമുണ്ടോ?
സ്വന്തമായി അയൺ ചെയ്യുന്ന ഇതിന് 10 പൈസ കൊടുക്കാനില്ലാത്ത നീയൊക്കെ ഒരാണാണോടെ എന്നൊക്കെ ചോദിച്ചിട്ട് ആകെ ഇൻസൾട്ട് ചെയ്യാണ്. ഇത് കേട്ടോണ്ട് നമ്മുടെ ശ്രുതി വരികയാണ്. അതെ, എൻ്റെ ഭർത്താവ് അയൺ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുത്തോളാം. പിന്നെ എനിക്കിനി ഇൻസൾട്ടിങ് കേട്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു ജോലി, എന്ത് ജോലി ആയാലും കുഴപ്പമില്ല, അത് നിങ്ങൾ മേടിച്ചുകൊണ്ട് വരാൻ പാടുള്ളൂ. ഇന്ന് വൈകുന്നേരം വരുമ്പോൾ നിങ്ങൾക്ക് ജോലി വേണം. ഇത് വേണമെങ്കിൽ ഓർഡറായിട്ടോ അപേക്ഷയായിട്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾ എടുത്തോ, പക്ഷേ ജോലി ഇല്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് വരരുതെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന ശ്രുതി ആകെ വിഷമിക്കുകയാണ്. അങ്ങനെ ശ്രുതി പല സ്ഥലങ്ങളിലായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഒരു സ്ഥലത്തും ഇവർക്ക് ജോലി കിട്ടുന്നില്ല കേട്ടോ. ഇവന് ജോലി കിട്ടുന്നില്ലേ. അപ്പോൾ ഒരു കടയിൽ ഫ്രണ്ടിൽ എഴുതിയിരിക്കുകയാണ് ക്യാഷ്യറിനെ സപ്ലയറിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ശ്രുതി അവിടെ ചെന്നിട്ട് ജോയിൻ ചെയ്യാണ്. അങ്ങനെ ശ്രുതി പിറ്റേ ദിവസം അന്നത്തെ ദിവസം വൈകുന്നേരം ഹൽവയൊക്കെ ആയിട്ട് നമ്മുടെ ശ്രുതിയെ കാണാനായിട്ട് വരികയാണ്. മോളെ, നീയല്ലേ പറഞ്ഞത് ഒരു ജോലിയായിട്ട് ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ, എന്താ ഞാൻ ആദ്യമായിട്ട് സമ്പാദിച്ച പൈസ കൊണ്ട് നിനക്കൊരു ഹൽവ, അതാണ് ഞാൻ വാങ്ങിയിട്ട് വന്നിരിക്കുന്നതെന്ന് പറയുകയാണ്. ഇതേക്കുന്ന സച്ചി പറയണം, ഓഹോ കൊള്ളാലോടാ, ഒറ്റ ദിവസം കൊണ്ട് നിനക്ക് പൈസ കിട്ടിയോ? അപ്പോൾ പിന്നെ അത്രയും പെട്ടെന്നൊക്കെ പൈസ കിട്ടിയെങ്കിലേ ഏതോ ഒരു ജോലിക്കാണ് നീ പോയിരിക്കുന്നത്. എന്തായാലും നീ പഠിച്ചായിട്ട് ബന്ധപ്പെട്ട ജോലിയായിരിക്കാൻ സാധ്യതയില്ല, അത് 100% ഉറപ്പാണ്. നീ പഠിച്ചായിട്ട് ബന്ധപ്പെട്ട ജോലിയാണെങ്കിൽ എങ്ങനെയാണ് സാലറി അല്ലാതെ ഒറ്റ ദിവസത്തിൽ പൈസ കിട്ടുക? അത് വേറെന്തോ പേയ്മെൻറ്റ് കിട്ടുന്ന ജോലിയാണ്. എന്ത് ജോലിക്കാണ് നീ പോകുന്നത്? അതൊന്നും ആരും അറിയേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ കഴിവിനും ബുദ്ധിക്കും അനുസരിച്ചുള്ളൊരു ജോലിക്ക് തന്നെയാണ് പോകുന്നത്. അല്ലാതെ നീ പറയുന്ന പോലെ തിന്നും കുടിച്ച് ഞാൻ ഇനി ഇവിടെ ഇരിക്കില്ല. നല്ല കാര്യം, നീ അങ്ങനെ തന്നെ ഇരുന്നോ, അതാ നല്ലത് എന്നിങ്ങനെ പറയുകയാണേ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹൽവയൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നൊരു ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോഴേക്ക് ചന്ദ്ര പറയാണ്, എനിക്ക് ഉറപ്പാണ് എൻ്റെ മോൻ്റെ കഴിവിനനുസരിച്ച് വലിയൊരു ജോലി എൻ്റെ മോൻ പ്രവേശിക്കും. അതിൻ്റെ അസൂയയല്ല അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. മാത്രമല്ല എൻ്റെ മരുമകളുടെ അമ്മ വീട്ടിൽ നിന്ന് ബ്രേസിലിട്ടൊക്കെ എൻ്റെ മോന് കൊടുത്തിട്ടില്ലേ, മലേഷ്യയിൽ നിന്ന് ആൾക്കാരും വന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടേ അവൻ്റെ ഭാര്യയ്ക്ക് സഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്തായാലും നിങ്ങളാരും വിഷമിക്കണ്ട കേട്ടോ മക്കളെ, നിങ്ങൾ നല്ല രീതിയിൽ ജോലിയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ തന്നെ മുന്നേറിക്കോളൂ എന്ന് പറയുകയാണ്. അപ്പോൾ സച്ചി പറയാണ്, അത് ശരി തന്നെയാണ്. ഒരു ദിവസം ജോലിക്ക് പോയപ്പോൾ തന്നെ അമ്മയ്ക്ക് നന്നായിട്ട് അത് മനസ്സിലാവുകയും ചെയ്തു എന്നിങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ അലുവ മേടിച്ച് കഴിച്ചിട്ട് സച്ചി വയ്ക്കുക, നമ്മുടെ ടൗണിലെ ആ ഒരു 4ാമത്തെ കടയിലെ വലിയൊരു ഷോപ്പ്, ആ ഹോട്ടൽ, അവിടെ നിന്നാണോ നീ അലുവ മേടിച്ചത്? കൊള്ളലോടെ നല്ല ടേസ്റ്റുള്ള ഹലുവയാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയാണ്, എന്താണ് ഹലുവയ്ക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിൽ നിന്നെ പോലുള്ളവർക്ക് ടേസ്റ്റ് നോക്കാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ ഹോട്ടലിൽ കാണാനേ പറ്റുള്ളൂ. എൻ്റെ മോൻ ജോലിക്ക് കയറിക്കഴിഞ്ഞാൽ ഒരു വർഷമൊന്നുമില്ല അതുപോലത്തെ ഒരു ഹോട്ടൽ സ്വന്തമായിട്ട് അവൻ മേടിക്കും. അത്രയധികം സാലറി അവനുണ്ടാവും എന്ന് പറയണേ. ചന്ദ്ര ഇങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വീമ്പ് പറയും കേട്ടോ. അപ്പോൾ സച്ചി പറയാം, അങ്ങനെയാണെങ്കിൽ സന്തോഷം. എനിക്ക് എന്തായാലും വലിയ സന്തോഷമുണ്ട്. എൻ്റെ മരുമകൾ ശ്രുതി എൻ്റെ പേരിലൊരു ബ്യൂട്ടി പാർലർ വെച്ചിരിക്കുന്നു. എൻ്റെ മകന് നല്ല ജോലിയായി. ഇതിൽ കൂടുതൽ എനിക്ക് എന്താ വേണ്ടത്? ഇതിൽ കൂടുതൽ എനിക്ക് ഒന്നും വേണ്ട. ഞാൻ വലിയ സന്തോഷത്തിലാണെന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും സച്ചി പറയാണ്, അത് നന്നായിട്ടുണ്ട്, നല്ല സന്തോഷം. ഈ വീട്ടിലെ അമ്മയുടെ പേരിലുള്ളത് രേവതിയുടെ പൂക്കട മാത്രം എന്നിങ്ങനെ പറയാൻ വരുമ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ പറയും, എൻ്റെ സച്ചി ഒന്ന് മിണ്ടാതിരിക്കേ. ഇല്ലച്ചാ, ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ എന്തായാലും അമ്മയ്ക്ക് സന്തോഷമായല്ലോ, അത് മതി എനിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇതിനിടയിൽ ഒരു സംഭവം വരുന്നുണ്ട്. ഈ ഇസ്തിരിക്കടക്കാർ ഇസ്തിരി ഇട്ടുകൊണ്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, എടാ സുധി, നിനക്കൊരു ഇസ്തിരിക്കട തുടങ്ങിക്കൂടെ? എന്തായാലും രേവതിയുടെ പെട്ടിക്കട ഒരു സൈഡിൽ, അപ്പുറത്ത് നിൻ്റെ ഒരു ഇസ്തിരിക്കടയും കൂടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയല്ലേ? ഒരു ദിവസം 10,000 രൂപ കിട്ടുകടാ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ശ്രുതി ഇങ്ങനെ ആക്ഷേപിക്കുന്നുണ്ട് കേട്ടോ സച്ചി. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ചന്ദ്രയ്ക്ക് ശ്രുതിക്കൊക്കെ ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത സീനിൽ കാണിക്കുന്നത് രേവതി കാണിക്കുന്നുണ്ട്. രേവതി കടയിൽ നിന്നിട്ട് ഇങ്ങനെ പൂ കൊടുക്കുന്ന സമയത്ത് രേവതിയുടെ കഴുത്തിൽ മഞ്ഞച്ചരടാണല്ലോ. അപ്പോൾ പൂ കൊടുക്കുന്ന സ്ത്രീ പറയണം, നീ വലിയ വീട്ടിലെ പെൺകുട്ടിയാണല്ലോ, എന്നിട്ട് എന്താ നിൻ്റെ കഴുത്തിൽ സ്വർണ്ണത്തിൻ്റെ മാലില്ലാത്തത്? നീ എന്തിനാണ് മഞ്ഞച്ചരട് ഇട്ടേക്കുന്നത്? നിൻ്റെ അമ്മായിമ്മ ഊരി മേടിച്ചാണ് ചോദിക്കുകയാണ്. എൻ്റെ അമ്മായിമ്മ അങ്ങനെയൊന്നുമല്ല, എൻ്റെ അമ്മ വളരെ സ്നേഹമുള്ളവരാണ്, എൻ്റെ സ്വന്തം മകളെ പോലെയാണ് കണക്കാക്കുന്നതെന്നൊക്കെ പറയേ. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ രവീന്ദ്രൻ വാക്കിങ്ങിന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കേൾക്കുന്നുണ്ട്. രേവതിയുടെ മനസ്സിൻ്റെ ഒരു വലിപ്പം ശരിക്കും മനസ്സിലാക്കണമല്ലോ. അപ്പോൾ രേവതി ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതേസമയം ചന്ദ്രയാണെങ്കിൽ നമ്മുടെ രേവതി ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. വീട്ടിലെ പണി ആരെടുക്കോടി, നീ എപ്പോഴും കടയിൽ വന്ന് നിന്നോടി,
എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ആ സ്ത്രീയെ പറയാണ്, രേവതി നീയല്ലേ പറഞ്ഞു നിൻ്റെ അമ്മയും ഭയങ്കര സ്നേഹക്കാരിയാണെന്ന്, പക്ഷേ ഇപ്പം മനസ്സിലായിട്ടോ അവരുടെ സ്വഭാവം എന്താണെന്നുള്ളത് എന്നൊക്കെ പറയുന്ന സീനുകളാണ്. അപ്പോൾ ഇനി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് എപ്പിസോഡ്സാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ചുരുക്കി പറയാനേ പറ്റുള്ളൂ, ഒരുപാട് വിശദമായിട്ട് പറയാൻ പറ്റും. മെയിനായിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കാം.